പ്രകാരം കഷ്ടം സഹിക്കുന്നവനെന്ന് പറയുമ്പോൾ ദൈവഹിതമല്ലാത്ത കഷ്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആ നിലയിലുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ 2 കൂട്ടായ്മയിൽ പങ്കെടുത്തത് അത് ആ മെസ്സേജ് റെക്കോർഡ് ചെയ്യാനും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലും ഒക്കെ അത് ഇടാനിടയായിട്ടുണ്ട്. അത് വീണ്ടും കേൾക്കാനും നമ്മെ പരിശോധിക്കാനൊക്കെ അത് സഹായകരമായിട്ട് തീരട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ആ വചനം പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തെ വളരെ ബലപ്പെടുത്തിയ ഒരു കാര്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നാം ഒടുവിൽ ചിന്തിച്ച കാര്യമാണ്. അവിടെ നാം വായിച്ചത് കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകൾ, ജീവിതത്തിൽ വരുന്ന ചില വീഴ്ചകൾ, ചില മറുതലിപ്പുകൾ, ചില മത്സര മനോഭാവങ്ങൾ ഒക്കെ നമ്മെ ചില കഷ്ടങ്ങളിലാക്കുന്നുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് അവിടെ എന്നേക്കും തള്ളിക്കളയുകയില്ലെന്നാണ്. ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു. അവർ മറുതലിച്ച സമയങ്ങളിലൊക്കെ അവരെ ആ ശത്രു രാജ്യത്തെ കയ്യിൽ അവരെ ഏൽപ്പിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാവിന്റെ ഈ കരച്ചിൽ ആ സമയത്തും ജനം ബാബേലിൽ അടിമകളായി കഴിയുകയാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച വചനങ്ങൾ ജനം ചെവിക്കൊണ്ടില്ല. ആ വചനത്തിന്റെ മുമ്പാകെ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്വർഗത്തിലെ ദൈവം കൽദയ രാജാവിനെ അവരുടെ നേരെ വരുത്തി. പ്രിയമുള്ളവരെ, അവരുടെ യൗവനക്കാരെ വാളുകൊണ്ട് കൊന്നു. അനേകം ആളുകൾ ആലയത്തിൽ അഭയം പ്രാപിച്ചു. പക്ഷെ ആലയം അവർ നശിപ്പിച്ചു. ആലയത്തിന്റെ ഉള്ളിലിട്ടാണ് അനേക യൗവനക്കാർ കൊല്ലപ്പെടാനിടയായത്. ജനം ചിന്തിച്ചത് ആലയത്തിനകത്ത് കടന്നാൽ ദൈവം സംരക്ഷിക്കും, ദൈവം കരുതും, ഞങ്ങൾക്ക് ദോഷം വരില്ലെന്നാണ്. പക്ഷേ ആലയത്തിനകത്ത് വെച്ച് അവർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം, ദൈവ വഴി വിട്ടു മാറുമ്പോ ദൈവത്തിന്റെ സംരക്ഷണവും അവരെ വിട്ടു മാറുകയായിരുന്നു. അതിലൂടെ ദൈവം പുതിയ നിയമസഭയ്ക്കും ഒരു സന്ദേശം നൽകുകയായിരുന്നു. അതുകൊണ്ട് എപ്പോഴും വചനത്തിങ്കിൽ വിറയ്ക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. ജനം ദൈവസന്നിധിയിൽ അനുഗമിച്ചു. നമ്മളെ വിലാപങ്ങളുടെ പുസ്തക പശ്ചാത്തലം പിന്നെ ചിന്തിക്കുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യാജ പ്രവാചകന്മാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ദൈവം ഇപ്പൊ തന്നെ വിടിവിക്കും, ബാബേലിൽ അവർ അടിമകളായി കഴിയുകയാണ്. അപ്പോൾ അവരോട് പറയുന്നത്, ദൈവം നിങ്ങളെ ഇപ്പൊ തന്നെ വിടിവിക്കും, നിങ്ങൾക്ക് ദോഷമൊന്നും വരില്ല എന്ന് പറയുമ്പോ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, ബാബേലിലെ 70 വർഷം കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുകയില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അതിനൊരു കാലഘട്ടം വെച്ചിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം കരുണ തോന്നി ജനത്തെ പിടിപ്പിക്കുന്നതും യഥാസ്ഥാനപ്പെടുത്തുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ നാം തിരിച്ചറിയണം, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരാളുടെ കഷ്ടത കണ്ടിട്ട് അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് മറ്റൊരാൾക്ക് വിധിക്കാൻ കഴിയില്ല. പക്ഷെ ഓരോരുത്തർക്കും വചനമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കി നമ്മെ തന്നെ വിധിക്കാനായിട്ടും പരിശോധിക്കാനും ഇടയായിട്ട് തീരും. നമുക്ക് ആ വചനത്തിലേക്ക് ഇപ്പോൾ കടന്നു വരാം. നമ്മൾ വീണ്ടും വായിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. മൈക്കിലൂടെ വായിക്കാം. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഇവിടെ നാം വായിക്കുന്നു, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ്. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. ഇപ്പൊ പ്രിയമുള്ളവരെ, കഷ്ടം സഹിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നതുകൂടെ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്ക ലേഖനത്തിലാണ് നമ്മൾ ആ വാക്യം വായിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം ആണെന്ന് ഓർക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം കൂടെ ഒന്ന് വായിക്കാമോ? നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. മൂന്നാമത്തെ വാക്യം കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്ന
എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അല്ലേ? നമുക്ക് ഇത് കേൾക്കാനൊന്നും അത്ര സുഖമുള്ള കാര്യമല്ല. കാരണം എങ്ങനെയെങ്കിലും കഷ്ടങ്ങളൊന്നും മാറണമെന്ന് ഓർത്താണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. അപ്പോ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? കഷ്ടം സഹിക്കാൻ വേണ്ടി എന്താക്കിയിരിക്കുന്നു? നമ്മെ നിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ദൈവജനം അറിയുന്നത് കൊണ്ട് ഉള്ള പ്രയോജനം എന്താണെന്നറിയാമോ? കഷ്ടങ്ങളുടെ നടുവിൽ വിശ്വാസം കളയാതെ നിൽക്കാനായിട്ട് പറ്റും. അല്ല, എല്ലാ കഷ്ടവും മാറുമെന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, കഷ്ടം സഹിക്കാൻ നിയമിക്കപ്പെട്ട ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് അനേകർ പിന്മാറി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് മുൻകൂട്ടി ഈ വചനങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. സദൃശവാക്യങ്ങളിൽ നിന്ന് നാം വായിച്ച കാര്യം മറക്കുന്നില്ലല്ലോ. വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടുപോകുന്നുവെന്നാണ്. വെളിപ്പാട് ഇല്ലാത്തിടത്ത്, പ്രിയമുള്ളതെന്ന് പറഞ്ഞാൽ വെളിപ്പാട് ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വചനത്തിലൂടെ ലഭിക്കുന്ന ഈ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ നാം ഉൾക്കൊള്ളുമ്പോഴാണ് ജീവിതത്തിൽ നേരിടുന്ന ഏത് സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ദൈവഹിതമല്ലാത്ത കഷ്ടങ്ങൾ എന്ന് പറഞ്ഞ 6-7 കൂട്ടകാര്യങ്ങളാണ് ചിന്തിച്ചത്. ഇനി ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ എന്ന വിഷയത്തിലും ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. നമുക്ക് വേഗത്തിൽ ഒന്ന് വായിച്ചും ചിന്തിച്ചും മുന്നോട്ട് പോകാം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് ആ ചിന്തയിൽ പ്രാരംഭത്തിൽ വായിക്കാം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ആ വാക്ക് ശ്രദ്ധിച്ചോ? നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതം എങ്കിൽ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമാണോ അല്ലയോ? എന്താണ് ഉത്തരം? ഉറക്കം പറഞ്ഞേ. അല്ലേ? പറയാൻ പേടിയാക്കാനും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കഷ്ടം വന്നാലോ. അല്ലേ? നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇത് സംഭവിക്കും. ചില കഷ്ടങ്ങൾ ദൈവം ചിലത് അനുവദിക്കുന്നു. അതെന്തിനാണെന്ന് നമുക്ക് പിന്നാലെ ഓർക്കാം. നമ്മൾ ആ വചനം ഹൃദയത്തിൽ ആഴത്തിൽ പതിയുമ്പോ അത് നമുക്ക് അതിന്റെ സന്തോഷവും അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. അപ്പോ നമുക്ക് സഹിക്കാൻ പ്രയാസമുള്ള കാര്യം ഏതാണ്? ഈ നന്മ ചെയ്തിട്ട് ഉണ്ടാകുന്ന കഷ്ടം സഹിക്കാനാണ് പ്രയാസം. അല്ലേ? തിന്മ ചെയ്തിട്ട് കഷ്ടം വരുവാണെങ്കിൽ തിന്മ ചെയ്തിട്ടാണല്ലോ എന്ന് ഓർക്കാം. എന്നാൽ തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട്, അല്ലേ? റോമാലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആവോളം സകല മനുഷ്യർക്കും ചെയ്യണമെന്നാണ്, നന്മ ചെയ്യണമെന്നാണ്. അങ്ങനെ പരമാർത്ഥതയോടെ ജീവിച്ച് കഴിയുമെങ്കിൽ ആവോളം നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോ കഷ്ടം വരുന്നത് സഹിക്കാനാണ് നമുക്ക് പ്രയാസമുള്ളത്. അല്ലേ? പിന്നെ ഓർക്കുക, ഇനി നന്മ ചെയ്തതിൽ നിന്ന് തന്നെയാണ് കഷ്ടം വരുന്നതെങ്കിലോ നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്തു, ചിലപ്പോ സഹോദരിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാസ്തവേ ഞാൻ വന്ന കാലം മുതൽ കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടി, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ പെരുമാറി, അപ്പൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്തു. അപ്പൊ പ്രിയമുള്ളവരെ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇനി മാതാപിതാക്കൾക്ക് പറയാനുണ്ട്, അല്ലേ? മക്കൾക്ക് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്തു, കഷ്ടപ്പെട്ടു, അവരൊക്കെ ഒരു നിലയിലായപ്പോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ചില വാക്കുകളൊക്കെ മാതാപിതാക്കളുടെ ഉള്ളിൽ വേദനയായിട്ട് കിടക്കുകയാണ്. അല്ലേ? ഭാര്യാഭർത്താക്കന്മാർക്കൊക്കെ പറയാനുണ്ട്. പ്രിയമുള്ളവരെ, സഭയിലെ വിശ്വാസികൾക്ക്, കൂട്ടു സഹോദരങ്ങൾക്കൊക്കെ തമ്മിൽ പറയാൻ കാണും, ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തതാണ്, പ്രിയമുള്ളവർ അവർക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചതാണ്, അവരുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെ ഞാൻ ഓടിച്ചെന്നതാണ്. എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ ചെയ്തു. പ്രിയമുള്ളവരെ, എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന വാക്കിന് ഇവിടെ പ്രസക്തിയില്ല. ദൈവജനം പറയുന്നു, ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നന്മ ചെയ്തിട്ട് ഒരു കഷ്ടം ജീവിതത്തിലേക്ക് വന്നാൽ ആ കഷ്ടം നാം എന്ത് ചെയ്യണം? സഹിക്കണം. അത് സഹിക്കുന്നത് ദൈവത്തിന് എന്താണ്? അത് പ്രസാദകരമാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തതയോടെ ഓർപ്പിക്കുകയാണ്.
പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ ചില ദൈവഭക്തന്മാർ കർത്താവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ദൈവമക്കൾ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അല്ലേ? കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഞാൻ ചില ദൈവമക്കളുടെ കഷ്ടങ്ങൾ ഹൃദയത്തെ വലിയ നൊമ്പരം ഉണ്ടാക്കുന്നുണ്ട്. അതെന്നാ കാര്യം എന്നറിയാമോ? ആത്മാർത്ഥമായി സഭയെ സ്നേഹിക്കുന്നവര്, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവര്, കർത്താവിനെ സ്നേഹിക്കുന്നവര്, കർത്താവിന്റെ വേലയിൽ തങ്ങളാൽ ആവോളം പങ്കാളികളാകുന്നവര്, പ്രിയമുള്ളവരെ പരമാർത്ഥതയോടെ ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ദൈവവചനത്തെ സ്വീകരിക്കുന്നവര്, ഒരു ആത്മീയ കൂട്ടായ്മ പോലും മുടങ്ങാതെ എന്തൊരു പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും കൂട്ടായ്മയ്ക്ക് ഓടി വരുന്നവര്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, ഇങ്ങനെ ഭക്തിയോടെ ജീവിക്കുന്ന ദൈവമക്കൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ പ്രിയമുള്ളവരെ അതൊക്കെ നമ്മുടെ ഉള്ളിൽ നൊമ്പരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വചനം പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകുന്നുണ്ട്? കഷ്ടമുണ്ടാകുന്നുണ്ട്. ആ കഷ്ടങ്ങളിൽ നാം നിരാശപ്പെടുകയല്ല വേണ്ടത്, ആ കഷ്ടങ്ങളിൽ നാം സന്തോഷിക്കണം പ്രിയമുള്ളവരെ എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കുന്നത്, പ്രിയമുള്ളവരെ, തിരുവെടുത്ത് പറയുന്നു, ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓർപ്പിച്ചിരുന്നു ഫേബയെ കുറിച്ച് അല്ലേ? നിങ്ങളുടെ ആ ഭാഗം പിന്നെ ചിന്തിക്കാൻ ഓർക്കാറുണ്ടോ? റോമാലേഖനം 16-ാം അധ്യായത്തിൽ, റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിക്കാം. റോമർ 16-ന്റെ 1-2 വാക്യങ്ങൾ. നമ്മുടെ സഹോദരിയും കെൻക്രയ സഭയിലെ ശുശ്രൂഷകാരിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പ്രിയമുള്ളവർ ഈ ലേഖനത്തിലൂടെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ പല വിശുദ്ധന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഒരു സഹോദരിയെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? ഫേബ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ചാണ്. ഇനി ഈ സഹോദരിയെ കുറിച്ച് ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുന്ന കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അവൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഫേബ എന്ന് പറയുന്ന ആ ഭക്തയായ ആ സഹോദരി ഇപ്പോൾ ഒരു വലിയ കഷ്ടത്തിലായിരിക്കുന്നു എന്നല്ലേ? അതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ സഹായം തനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്? മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരത്തക്കവണ്ണം താൻ ഈ ഒരു പ്രതിസന്ധിയിലായെന്നല്ലേ അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ? എന്നിട്ട് അങ്ങനെ കഷ്ടതയിലായിരിക്കുന്ന ഫേബയെ കുറിച്ച് പൗലോസ് സഭയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന അടുത്ത വാക്ക് ശ്രദ്ധിച്ചു നോക്കിക്കുക. അടുത്ത വാക്ക് എന്താണ്? അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. കണ്ടോ? ചില അമ്മച്ചുമാരെ കുറിച്ച്, ചില പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ദൈവമക്കള് പലരും പറയാറുണ്ട്, കണ്ടോ അമ്മച്ചി ദൈവദാസന്മാരെ സ്നേഹിക്കാൻ, ദൈവമക്കളെ സ്നേഹിക്കാൻ, സൽക്കരിക്കാൻ ഒക്കെ എന്തുമാത്രം ഉത്സാഹമുണ്ടായിരുന്ന ഒരാളാണ്. കൊണ്ടായിലെ ഇവിടെ യൂണിസോറിന്റെ അമ്മച്ചി വളരെ മരണാസന്നമായ അവസ്ഥയിൽ കഴിയുന്നു. ദൈവസഭ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവമുള്ളവരെ, ഈ അമ്മച്ചി ഇതുപോലെ കൊണ്ടാടി സഭയുടെ ആരംഭം മുതൽ ദൈവജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ ദൈവമക്കളെ സ്നേഹിച്ച ഒരു വാത്സല്യ മാതാവാണ്. ഇപ്പോൾ ആ രോഗശൈലിയിലായിരിക്കുന്നു. മരണത്തോടടുത്ത സമയമാണ്. 94 വയസ്സ് പ്രായമുണ്ട്. ഒരു പ്രത്യാശയുള്ള നല്ല മരണം അമ്മച്ചിക്ക് നൽകാൻ ദൈവസഭ പ്രാർത്ഥിക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പൗലോസ് ഫേബയെ കുറിച്ച് പറയുന്നു, അവൾ പലർക്കും വിശേഷ എനിക്കും എന്ത് ചെയ്തിരിക്കുന്നു? സഹായം ചെയ്തിരിക്കുന്നു എന്ന. അങ്ങനെ സഹായം ചെയ്ത ദൈവഭക്തയായ ഈ ഫേബ ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായം പ്രാപിക്കത്തക്ക നിലയിൽ ഒരു പ്രതിസന്ധിയിലാണ്. അപ്പൊ ദൈവമക്കളെ ഓർക്കണം, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കും കഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ കഷ്ടങ്ങളിൽ ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവം അറിയാതെ തലയിൽ നിന്നൊരു മുടി പോലും താഴെ വീഴുന്നില്ല എന്ന സത്യവും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെ 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം കൂടെ നമുക്കൊന്ന് വായിക്കാം. രണ്ടാമത്, ദൈവഹിതപ്രകാരമുള്ള കഷ്ടം അത് എപ്രകാരമാണ്
എന്ന് നമുക്ക് അത് വായിക്കാനായിട്ട് കഴിയുന്നു. ഒന്നാമത്തെ കഷ്ടം നന്മ ചെയ്തിട്ട് നാം കഷ്ടം സഹിക്കേണ്ടി വരുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം വായിക്കാം, 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളു. അവിടെ 4:12 ഞാൻ പുതിയ ഭാഷാന്തരത്തിൽ അതിന്റെ വാക്കിന് ഭയങ്കര അർത്ഥമാണ്. അത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. അതിങ്ങനെയാണ്: പ്രിയരെ, നിങ്ങളുടെ മാറ്റുരയ്ക്കുന്ന അഗ്നി പരീക്ഷകൾ നേരിടുമ്പോൾ അസാധാരണമായത് എന്തോ സംഭവിച്ചു എന്ന പോലെ നിങ്ങൾ അത്ഭുതപ്പെടരുത്. എന്താണ് വായിച്ചത്? നിങ്ങളുടെ മാറ്റുരയ്ക്കുന്ന അഗ്നി പരീക്ഷകൾ നിങ്ങൾക്ക് നേരിടുമ്പോൾ, തിരുവെടുത്ത് പറയുന്നു, അസാധാരണമായതെന്തോ എന്നതെന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിശയിച്ച് പോകരുത്. ഇല്ലേ? കാരണം ഭക്തിയോടെ ജീവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അസാധാരണമായിരിക്കുന്ന ചില അഗ്നി പരിശോധനകൾ കടന്നു വരുന്നു. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ മാറ്റുരയ്ക്കുകയാണ്. അല്ലേ? മാറ്റുരച്ച ഒരു ഭക്തനെ വേദപുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വലിയ അഗ്നിപരിശോധനയിലൂടെ കടന്നുപോയ ഭക്തൻ ആരാണത്? അത് ഇയ്യോബാണ്. ഇയ്യോബിനെ കുറിച്ച് പിശാച് പറഞ്ഞ വാക്കെന്നറിയാമോ? വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനുള്ള സകലത്തിനും വേലി കെട്ടി എന്തിരിക്കുന്നു? സൂക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ നീ ആളുകളെ സൂക്ഷിച്ചാൽ അവർ നിന്നെ സേവിക്കാതിരിക്കുമോ? അപ്പോ ആളുകൾ നിന്നെ സേവിക്കുന്നു എന്ന് പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം നീ അവരെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, ഇങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. യോബിനെ കുറിച്ച് അറിയാവുന്ന ദൈവം പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്തേക്കാം, അതൊന്ന് പരിശോധിച്ചറിയാം, ഞാൻ ആ വേലി പൊളിക്കുകയാണ്, നീ അവന്റെ ശരീരത്തെ തുടരുത് എന്നൊരു കൽപ്പന കൂടെ കൊടുത്തു. പ്രിയമുള്ളവരെ, ദൈവം വേലി പൊളിച്ച നിമിഷം തന്നെ സംഭവിച്ചത് എന്താണ്? ഉടുത്തുകൊണ്ടിരുന്ന കാളയും ഒട്ടകങ്ങളൊക്കെ കള്ളന്മാര് ശവായിൽ ഒന്ന് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, നിമിഷം കൊണ്ട് തനിക്ക് ഉള്ളത് മുഴുവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മൾ ഓർക്കേണ്ടത്, നമുക്കുള്ളത് നഷ്ടപ്പെടാതെ ഇതുവരെ സൂക്ഷിക്കപ്പെട്ടത് നമ്മുടെ മിടുക്കൊണ്ടാണ്. അല്ലെ? യാത്ര ചെയ്യാനൊരു വാഹനമുണ്ട്, നമ്മള് രാവിലെ അത് മുറ്റത്തിട്ടു കിടന്നുറങ്ങി, രാവിലെ വണ്ടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു സാധാരണ സംഭവമാണെന്നാണ്. അല്ലേ? യോബിന് വേണമെങ്കിൽ ചിന്തിക്കാം, എന്റെ വേലക്കാര് സുരക്ഷിതരായിരുന്നത്, അല്ലെങ്കിൽ എന്റെ മക്കള് സുരക്ഷിതരായിരുന്നത്, അല്ലെങ്കിൽ എന്റെ കൃഷിയിടം സുരക്ഷിതമായിരുന്നത്, അതൊക്കെ ഒരു സാധാരണ സംഭവം പോലെ കാണും. ലോകം അങ്ങനെയല്ലേ കാണുന്നത്. പക്ഷേ ദൈവമക്കൾ എപ്പോഴും ഓർക്കണം, ഒരു ദൈവ പൈതലിനോട് പിശാചിന് പോരാട്ടമുണ്ട്. നമ്മെ ഇല്ലാതാക്കാൻ, നമ്മെ നശിപ്പിക്കാൻ, തകർക്കാൻ ശത്രു പദ്ധതിയിടുമ്പോ എന്തുകൊണ്ട് തൊടാതിരിക്കുന്നു? ഇയ്യോബിനും അവന്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ ഒരു ദിവ്യ സംരക്ഷണം ദിനംതോറും നാം അനുഭവിക്കുകയാണ്. ആ വേലി പൊളിക്കപ്പെട്ടാൽ ശത്രു അകത്ത് കയറുകയാണ്. യോബിനുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടപ്പോ യോബ് പറഞ്ഞ വാക്കെന്താണ്? ഇതൊക്കെ ദൈവം തന്നതാണ്, അത് ദൈവം തന്നെ എടുത്തു, അതുകൊണ്ട് അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. മാറ്റുരച്ചപ്പോ സംഭവിച്ചത് എന്താ? പൊന്നുപോലെ പുറത്തു വരികയാണ്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം ദൈവം പരിശോധിക്കുന്നുണ്ട്. അല്ലെ? അനുകൂല സാഹചര്യത്തിലൊക്കെ നാം ഇരുന്ന് പാട്ടുപാടുന്നു, ദൈവം നല്ലവനാണെന്ന് പറയുന്നു. ഒരു പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നവരാണോ? നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? നാം ദൈവത്തെ പിൻപറ്റുന്നതാണോ? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഒരു യാഥാർത്ഥ്യമാണോ എന്ന് ദൈവം നമ്മെ പരിശോധിക്കുന്നുണ്ട്. രണ്ടാം ഘട്ട യോബിന്റെ പരിശോധന നമുക്കറിയാം. പിശാച് പറയുന്നത് സ്വത്തൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും യോബ് നല്ല ആരോഗ്യമുള്ളവനാണ്. യോബിനറിയാം, ആരോഗ്യമുണ്ടെങ്കിൽ ഇനിയും പണിയെടുത്ത് എന്ത് ചെയ്യാമെന്ന്, നഷ്ടപ്പെട്ടതൊക്കെ നേടാമെന്ന്. ഇതിന്റെ ആളുകളൊക്കെ പറയാറില്ലേ, സമയമൊക്കെ പോയാൽ ആരോഗ്യം ഉണ്ടെങ്കിൽ മതിയെന്ന്, ഇനി അയാൾ എന്ത് ചെയ്യാം? ജോലി ചെയ്യാം, സമ്പാദിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നു. ദൈവം പറയുന്നൊരു കാര്യം ചെയ്യുക, നീ അവന്റെ പ്രാണനെ തൊടരുത്, അവന്റെ ശരീരത്തെയും തൊടാൻ വേണ്ടി അനുവദിച്ചു. ദീർഘം മുതൽ ഉള്ളങ്കാൽ വരെ പരുക്കളാൽ ബാധിച്ചു. പ്രിയമുള്ളവരെ,
ഒട്ടുകഷ്ണമെടുത്ത് ശരീരം ചുരണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. എല്ലാം ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ പറഞ്ഞു, നിന്റെ വിശ്വാസം തള്ളിക്കള, ഭക്തി ഉപേക്ഷിക്ക. ശിവു പറഞ്ഞത് നീ ഒരു കുട്ടിയെ പോലെ സംസാരിക്കുന്നതെന്നാണ്. ആ അഗ്നി പരിശോധനയിലും ദൈവത്തിലുള്ള വിശ്വാസം യോബ് മുറുകെ പിടിച്ചു. പ്രിയമുള്ളവരെ, തിരുവഴുത്ത പുതിയ നിയമസഭയോട് പറയുകയാണ്, നിങ്ങളെ മാറ്റുരയ്ക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യമാണ് സംഭവിച്ചത് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിശയിച്ചു പോകരുത്. എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കണമേ, നമ്മുടെ വിശ്വാസം പരിശോധിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസം യെശയ്യാവിന്റെ പുസ്തകത്തിലാണ്. യോബ് പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്നെ പരിശോധിച്ചാൽ ഞാൻ പൊന്നുപോലെ എന്ത് ചെയ്യുമെന്നാണ്. പൊന്നുപോലെ പുറത്തു വരുന്ന ഒരു അനുഭവമുണ്ട്. യോബിന്റെ പുസ്തകം 23:10 വായിക്കാമോ? യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്നെ ശോധന കഴിച്ചാൽ എങ്ങനെ പുറത്തു വരും? പൊന്നുപോലെ പുറത്തു വരും. യോബ് അങ്ങനെ ആയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മെ ശോധന കഴിച്ചാൽ അങ്ങനെയുള്ള ശോധനയൊന്നും നമുക്ക് വന്നിട്ടില്ല. കാരണം നമ്മളൊക്കെ അങ്ങനെ ശോധന കഴിച്ചാൽ നമ്മൾ അതോടെ ജീവിതമൊന്നും കർത്താവിനറിയാം. അതുകൊണ്ട് നമുക്ക് കൊച്ചു കൊച്ചു പരിശോധനകളാണ് നൽകുന്നത്. എന്നാൽ കുറെ കൂടെ സഹിക്കാൻ ശക്തരായവർക്ക് കുറെ കൂടെ വലുതെന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? നാം പൊന്നുപോലെ പുറത്തു വരണം. ദൈവത്തിന് ഏറ്റവും നമ്മൾ കൊള്ളാകുന്നവരായി തീരണം. യെശയ്യാവിന്റെ പുസ്തകം 48:10 കൂടെ ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെശയ്യാവ് 48:10. വെള്ളിയെ പോലെ അല്ലതാനും, പിന്നെ ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? കഷ്ടതയുടെ ചൂളയിൽ. എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? നമുക്കറിയാം, നമ്മുടെ വിളി തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മെ അനുരൂപമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം മാറ്റിവെക്കുകയും നമ്മെ ഊതിക്കരിക്കുകയൊക്കെ ചെയ്യുന്ന പരിശോധനകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. നമുക്കറിയാം, ഒരു പൊന്നൂതിക്കഴിക്കുന്നയാള് പൊന്നു തീയിലേക്ക് ഇട്ടേച്ച് താൻ തന്റെ വഴിക്ക് പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ അങ്ങനെ തപ്പന്മാരൊക്കെ കാണാൻ പാടാ. അവിടെ കൊച്ചു സമയത്തൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. വഴിയരിയിലൊക്കെ ഇരുന്ന് സ്വർണ്ണപ്പണിക്കാര് ചെറിയ ചട്ടിക്കകത്ത് തീയൊക്കെ ഇട്ട് കരിയൊക്കെ ഇട്ട് അതിലേക്ക് പൊന്നൊക്കെ ഇട്ട് ഇങ്ങനെ ഊതി ഇങ്ങനെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന അവസ്ഥ കാണും. ഊതുന്തോറും തീ കൂടുതൽ കത്തുന്നു. ഈ സ്വർണം ഉരുകുകയാണ്. ഒരുപക്ഷെ തീയിൽ കിടക്കുന്ന സ്വർണം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞേനെ, യജമാനനെ, അച്ചായ ആ ഊത്തൊന്ന് നിർത്താമോ? ഞാൻ തീയിലാണ് കിടക്കുന്നത്. ഊതുമ്പോ എന്താ സംഭവിക്കുന്നേ? തീ അങ്ങ് ജ്വലിക്കുകയാണ്, ചൂട് വർദ്ധിക്കുകയാണ്. എന്നെ തീയിലേക്ക് ഇട്ടത് ശരിയാണ്, ഞാൻ അവിടെ കിടന്നാളാം, ഒന്ന് ഊതാതിരിക്കാമോ? ഇല്ല, ഊതുക. പ്രിയർ ഊതിക്കഴിക്കുകയാണെന്ന്, ഊതി തീരെ ചൂട് വർദ്ധിപ്പിക്കുകയാണ്. ചില കഷ്ടതകൾ, ചില പരിശോധനകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, യജമാനന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. രണ്ടാമത് നാം ഓർക്കുന്നത് നമ്മുടെ മാറ്റിവയ്ക്കുന്ന ചില പരിശോധനകൾ. മൂന്നാമത് നാം ചിന്തിക്കുന്ന പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് പരിചയമുള്ള വാക്യമാണ് 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയായതുകൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്ത് ചെയ്യരുത്? അപ്പൊ ദൈവഹിതപ്രകാരമുള്ള കഷ്ടം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ മാറ്റുരയ്ക്കുന്ന ആ ഒരു പ്രക്രിയ ദൈവം ചെയ്യുന്നു. അത് നമുക്ക് കഷ്ടമായി അനുഭവപ്പെടുന്നു. അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണ്. നന്മ ചെയ്തിട്ട് നമുക്ക് ചില കഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണ്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ തയ്യാറായപ്പോ അല്ലേ, ഇപ്പൊ നമുക്കതിനെ കുറച്ചൊക്കെ ഒഴികഴിവുണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന നാളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരനുമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പ്രിയമുള്ളവർ, പുറകോട്ട് നോക്കിയാൽ നമ്മൾ ആ സമുദായങ്ങളൊക്കെ വിട്ട് ഇറങ്ങിയ സമയം ദൈവത്തിന്റെ മഹാകൃപയെന്നല്ലാതെ എങ്ങനെ പറയാൻ പറ്റും?
ജനിച്ചു വളർന്ന പരിചയക്കാർ, സ്വന്തക്കാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവർ നമുക്ക് എതിരായി നിന്നത് ഇങ്ങനെ എതിരാകുമെന്ന് നമുക്കറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഇറങ്ങിത്തിരിക്കാനൊക്കെ ഒരു വലിയ കൃപയാണ് ദൈവം നൽകിയത്. നമ്മൾ ഓർക്കണം, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, പ്രിയമുള്ളവരെ, ഇപ്പോഴും ക്രിസ്ത്യാനി ആയതുകൊണ്ട് കഷ്ടം സഹിക്കുന്ന അവസ്ഥകൾ പല സന്ദർഭത്തിൽ വരുന്നുണ്ട്. ഓർക്കണേ, ഹിന്ദുമാർഗത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വരുമ്പോ ദൈവമക്കൾ ഒത്തിരി കഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട്. അല്ലാതെ ഉണ്ട്. ഞാൻ എന്റെ മോന്റെ ഭാര്യ ബിനിയ ഇതിലുള്ളതിനുണ്ട്. ബിനിയയുടെ കാര്യം ഓർക്കാനിടയായി. മോള് പുത്തൻകുരിശിൽ അവർ താമസമാക്കുമ്പോ പുത്തൻകുരിശില് ഒരു യാക്കോബക്കാർ നടത്തുന്ന സ്കൂളുണ്ട്. ആ സ്കൂളില് കുഞ്ഞുങ്ങളെ ചേർത്തു. അവിടെ ടീച്ചേഴ്സിന്റെ ഒഴിവുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഇന്റർവ്യൂലൊക്കെ പാസ്സായി, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വന്നു. കാരണം അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും ഒക്കെ വളരെ സൗകര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്റർവ്യൂ നടത്തിയ ആള് ഒരു ചോദ്യം ചോദിച്ചു, ഹസ്ബൻഡ് പാസ്റ്ററാണോ? അപ്പോ എന്തുകൊണ്ടാണ് ചോദിച്ചു എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ മോള് പറഞ്ഞു, അവകാശത്തെ പറഞ്ഞു, ഹസ്ബൻഡിന്റെ പപ്പ പാസ്റ്ററാണെന്ന് പറഞ്ഞു. പെന്തക്കോസ്തുകാർക്ക് ഇവിടെ പഠിപ്പിക്കാൻ ഇല്ല എന്ന് പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, വേണമെങ്കിൽ കള്ളത്തറൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യായിരുന്നു, നമുക്ക് പിടിച്ചു നിൽക്കായിരുന്നു, ഇല്ലേ? പക്ഷേ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് ചിലപ്പോൾ ചില വഴികളൊക്കെ ലോകം നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യണം, അടയ്ക്കുകയാണ്. പക്ഷെ വചനം എന്ന് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ഓർക്കുവാൻ, നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരുകയാണ്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പൊ പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വീണ്ടും നമ്മൾ റോമാലേഖനത്തിൽ നിന്നൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അത് വായിക്കേണ്ട ഒരു വാക്യം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, പിന്നെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇത് നിങ്ങൾ ആ തിരുവചനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ച് 17-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ച് ഒന്നുകൂടെ വായിച്ച്. നാം മക്കളെങ്കിലോ, നമുക്ക് വളരെ പരിചയമുള്ള വാക്കല്ലേ ഇത്. നമ്മളെപ്പോഴാണ് ഈ വാക്ക് അധികം ഉപയോഗിക്കുന്നത്? നാം മക്കളെങ്കിലോ അവകാശികളാണ് എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? പ്രാർത്ഥിക്കുമ്പോൾ. എപ്പോ പ്രാർത്ഥിക്കുമ്പോഴാണ്? ഒരു രോഗം, അല്ലെങ്കിൽ ഒരു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു വിഷയം, അതൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം കൂടെ അങ്ങ് ആടിക്കും, അല്ല? എന്താണ് കർത്താവേ, ഞങ്ങളുടെ മക്കളല്ലേ, മക്കളാണെങ്കിൽ ഞങ്ങൾ ആരും കൂടെയാണ്. അപ്പൊ എന്തവകാശമാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്? ഞങ്ങൾ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ജോലി കിട്ടാൻ, ഞങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇനി ആ വചനം എന്താ പറയുന്നത്? വചനം ശ്രദ്ധിച്ച്, മക്കളെങ്കിലും അവകാശികളുമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കെന്താണ്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. ക്രിസ്തുവിന് നമ്മുടെ അവകാശികളെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അവകാശികൾ. എന്താണ് ദൈവത്തിന്റെ അവകാശം? ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുന്നത്? ക്രിസ്തുവിന് മുമ്പിൽ എന്നാ ഉണ്ടായിരുന്നേ? അല്ല, നമ്മളെ ചിന്തിച്ചാലേ നമ്മൾ മുമ്പ് ചിന്തിച്ച പോലെയുള്ള ഭൗതികമായ ഏതെങ്കിലും കാര്യമായിരുന്നോ? അല്ല. പിന്നെ എന്നാ ക്രിസ്തുവിനുണ്ടായിരുന്നേ? പൗരന് പറഞ്ഞു, മനുഷ്യപുത്രനെ തലകാരിക്കാനായിട്ട് എന്തില്ല, ഇടലില്ലെന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിന്റെ കൂട്ടവകാശികളാണ്? അതാണ് തൊട്ട് താഴത്തെ വാക്യം പറയുന്നത്. എന്താണ് വാക്യം? നാം അവനോടുകൂടെ
തേജസ്കരിക്കപ്പെടേണ്ടതിന് അപ്പോൾ എന്താണ് ദൈവത്തിന്റെ അവകാശം? ദൈവമക്കളെ, നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അവകാശം എന്താണ്? തേജസ്സാണ്. ദൈവ തേജസ് പ്രാപിക്കാനാണ്. പ്രിയമുള്ളവരെ, പാപം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സാണ് ദൈവമക്കൾ പ്രാപിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ അവകാശം, ക്രിസ്തുവിന് കൂട്ടവകാശികൾ എന്ന് പറയുമ്പോ പ്രിയുടെ ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തോട് നമ്മൾ എന്താകുന്നു? നാമും ആ തേജസ് പ്രാപിക്കുകയാണ്. പക്ഷെ ആ തേജസ് പ്രാപിക്കാൻ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്? കഷ്ടത എന്തിനു വേണ്ടിയുള്ളതാണ്? കഷ്ടത ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ ജീവിച്ചു, എല്ലാ കൂട്ടായ്മയ്ക്കും വരുന്നു, ദൈവവേലയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ ത്യാഗം ചെയ്യുന്നു, സുവിശേഷം അറിയിക്കുന്നു, പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ പ്രതി നിന്ന സഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും കഷ്ടങ്ങൾ വരുമ്പോ ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവഹിതപ്രകാരമുള്ള ഈ കഷ്ടം അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാം തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇബ്രായലേഖനം 2:10 വായിക്കുന്നത്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ അവരെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. റോമാലേഖനം 5:1-2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. പ്രിയമുള്ളവരെ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക്, തന്നെയല്ല നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. എപ്പോഴാണ് ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കാൻ ഇടയാകുന്നത്? വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഈ കൃപയിലേക്ക് കടന്നു വന്ന ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പായിരിക്കുന്ന കാര്യമാണേത്, നമുക്ക് ഇനി ദൈവ തേജസ് കിട്ടുമെന്ന്. പക്ഷെ ആ തേജസ്സിലേക്ക് ദൈവം നമ്മെ നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, ആ പാത എങ്ങനത്തെ പാതയാണ്? അതാണ് റോമർ 5:3 പിന്നെ വായിക്കാം. ഒന്ന് വായിച്ചേ. റോമാലേഖനം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്നിട്ട് 3-ാമത്തെ വാക്യം, അത് തന്നെയല്ല കഷ്ടത സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. എന്നാൽ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? കാരണം ഈ കഷ്ടത നമ്മെ എങ്ങോട്ട് എത്തിക്കുന്നു? നമ്മെ ഈ പ്രത്യാശയിലേക്ക്. പ്രത്യാശ ഏതാണ്? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലേക്ക്. തേജസ് പ്രാപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം ദൈവ തേജസ്സിൽ നാം പ്രത്യാശിക്കുകയാണ്. നമ്മളവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇനി ഒരു വചനം കൂടെ നമ്മൾ വായിക്കുന്നത് പരിചയമുള്ള വാക്യമാണ്. റോമാലേഖനം 8:29. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. മുന്നറിഞ്ഞവരെ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പിന്നെ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു. അപ്പൊ വിളിച്ചവരെ എന്ത് ചെയ്തു? നീതീകരിച്ചു, നീതീകരിച്ചവരെ എന്ത് ചെയ്തു? അപ്പോ ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെല്ലാവരും ആരായി തീർന്നു, തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ലേ? ദൈവം ആ കാര്യം അങ്ങനെ പ്ലാൻ ചെയ്തു. ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അക്ഷരാർത്ഥത പ്രാപിച്ചോ? അത് പ്രാപിച്ചിട്ടില്ല. നമ്മുടെ പാതയിലാണിപ്പോ. ആ പാതയിൽ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ആ തേജസ്കരണത്തിനു വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇത് തിരിച്ചറിയുമ്പോഴാണ് നാം കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. തൊട്ടുതാഴത്തെ വാക്യം പിന്നെ അങ്ങനെ പറയുന്നത്. തൊട്ടുതാഴത്തെ വാക്യം തേജസ്കരിച്ചു വിരിക്കുന്നുണ്ട്. അടുത്ത വാക്യം എന്താ പറയുന്നത്? അതിന്റെ തൊട്ടുതാഴത്തെ വാക്യം വായിച്ചേ. റോമാർ 8:31. 29-30 തന്നെ വായിച്ചത്. 31-ാം വാക്യവും.
നാം എന്ത് പറയുന്നു? ഏത് സംബന്ധിച്ചാണ്? തേജസ്സിന്റെ കാര്യം സംബന്ധിച്ച്. നമ്മൾ തേജസ്കരിക്കപ്പെട്ടു ഇരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? പിന്നെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ അനുകൂലമാണോ? എങ്ങനെ മനസ്സിലായി? അനുകൂലമാണെന്ന് എങ്ങനെ മനസ്സിലായി? അവൻ നമ്മെ എന്ത് ചെയ്തു? വിളിച്ചു. അവൻ നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഇന്നലെ ഓൺലൈനിലുള്ള ഒന്നുകൂടെ ഇഷ്ടപ്പെട്ട് ഓർക്കുകയായിരുന്നു അല്ലേ? ദൈവം നമ്മെ വിളിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരായിരുന്നു. നാം ദൈവലോകത്തിന്റെ മക്കളായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് പോയവരായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ച നമ്മെ ദൈവം വിളിച്ചു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ നീതീകരിച്ചു. ദൈവം അനുകൂലമാണോ? അല്ലയോ? അനുകൂലമാണ്. അപ്പൊ ദൈവം അനുകൂലമാണെങ്കിൽ തേജസ് കിട്ടാതെ പോവൂ? തേജസ് കിട്ടാതെ പോവില്ല. പക്ഷെ നമ്മൾ ആ ദൈവവചനം വായിക്കുമ്പോ ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര്? കേട്ടോ പ്രതികൂല ദൈവം പ്രതികൂലം ആരെന്ന് ചിന്തിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏത് കാര്യമാണ്? തേജസ്സിന്റെ കാര്യമാണോ? അല്ല. കാരണം നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നം നമുക്കെപ്പോഴും അതാണ് വിഷയം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ നമ്മൾ പറയുന്നു ദൈവം അനുകൂലമാണെങ്കിൽ അയൽവാസി പ്രതികൂലമാവോ? അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രതികൂലമാവോ? ഇതാണ് ചിന്തിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് പറയുന്നു ദൈവം അനുകൂലമാണെങ്കിൽ ഈ തേജസ് പ്രാപിക്കാൻ പ്രിയമുള്ളവരെ ദൈവം അനുകൂലമാണ്. നമുക്കത് ലഭിക്കാൻ ഉറപ്പ് തരികയാണ്. എന്നിട്ടാണ് പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ആ തേജസ് പൂർണ്ണതയിൽ നാം പ്രാപിക്കും. ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ അല്ലേ? റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നിരുന്നു അല്ലേ? കഷ്ടങ്ങളെ നിസ്സാരമായി കാണുന്നത് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാണ്. അപ്രകാരം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടുത്തെ കഷ്ടങ്ങൾ വലുതാണ്, ഇവിടുത്തെ പ്രയാസങ്ങൾ വലുതാണ്. പക്ഷെ ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ഈ തേജസ്സിന് വേണ്ടിയാണ് എന്നെ ഇങ്ങനെ നയിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോ ഭക്തന്മാരൊക്കെ അങ്ങനെയല്ലേ കടന്നുപോയത്. ഇങ്ങനെയുള്ള തീച്ചൂളയിലൂടെ കടന്നുപോയിട്ടല്ലേ അനേക പാട്ടുകൾ പുറത്തു വന്നത് അല്ലേ? തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേശം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേശം ആസന്നമേ. നമ്മള് 4-5 കാര്യങ്ങള് ഓർത്തു. ഏതൊക്കെയാണ്? ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ. നന്മ ചെയ്തിട്ട് നമ്മൾ സഹിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളൊക്കെ എന്താണ്? ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുന്ന അവസ്ഥയിലൂടെ കടത്തിവിടുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടം എന്താണ്? ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണ്. മൂന്നാമത് നാം ഓർത്തത് ക്രിസ്ത്യാനിയായിരിക്കുന്നത് കൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ആ കഷ്ടത ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയാണ്. നാലാമത് നാം ഓർത്തത് പ്രിയമുള്ള തേജസ് പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകാൻ വേണ്ടിയുള്ള കഷ്ടത, അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയാണ്. നമ്മുടെ അടുത്ത ഒരു വാക്കുകൂടെ വായിക്കുന്നത് 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് പിന്നെ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിനെ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഈ കഷ്ടത്തിന് വേണ്ടിയാണ്? പാപം വിട്ടൊഴിയാനുള്ളതാണ്. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അല്ലേ? അപ്പോൾ ചിലത് ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്.
ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ. ഞാൻ ഇനി അത് വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, 4, 5, 6 കാര്യങ്ങളാണ് നമ്മൾ ആ നിലയിൽ ചിന്തിച്ചത്. ഇനി വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ കഷ്ടം സഹിക്കുന്നവർക്കുണ്ടാകേണ്ട 3 മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ. അതാണ് 1 പത്രോസ് 4:19 വായിക്കുന്നത്. അതിൽ 2 കാര്യം അവിടെ തന്നെ ഉണ്ട്. ഏതാണെന്നറിയാമോ? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. ഒന്നോടെ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാവരും ക്ലാസ് ദൈവം പഠിക്കുമല്ലേ? എന്താണ് ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ? ഓരോരുത്തരെന്ന് പറഞ്ഞ് ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ ഏതൊക്കെയാണ്? നന്മ ചെയ്തിട്ടുണ്ടാകുന്ന കഷ്ടം, പിന്നെ വിശ്വാസത്തിന്റെ മാറ്റുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടം, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കഷ്ടം, പിന്നെ ദൈവതേജസ് പ്രാപിക്കാനുള്ള കഷ്ടം, പിന്നെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കഷ്ടം, അല്ലേ? ഇതൊക്കെ ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങളാണ്. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടാൻ വലിയ ഉറപ്പില്ല. പക്ഷെ കഷ്ടതയിലൂടെ പോകുമ്പോ ഞാനും നിങ്ങളൊക്കെ എന്താകുകയാണ്, അല്ലേ? പക്ഷെ ഈ കഷ്ടം വരുമ്പോ നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ്? അതാണ് ഇവിടെ വായിച്ചത്. 1, ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവർ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവികൾ പരമേൽപ്പിക്കട്ടെ. ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്തോ ചെയ്യണം? നന്മ ചെയ്തുകൊണ്ടിരിക്കും. നന്മ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, അല്ലേ? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇനി ഞാൻ ഇതൊന്നും പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് നേഴ്സിംഗ് പഠിച്ചൊരു കൊച്ചിന്റെ ചിത്രമാണ് വരുന്നത്. നേഴ്സിംഗ് പഠനത്തിൽ പരീക്ഷയിൽ തോറ്റപ്പോയി കൊച്ചു ചെയ്ത കാര്യം എന്നറിയാമോ? അവള് കൂടെ പഠിക്കുന്ന ഒക്കെ വിശ്വാസികളല്ലാത്ത പിള്ളേർ എല്ലാവരോടും ഇവള് വളരെ കാര്യമായിട്ട് പറയായിരുന്നു, ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഉയർന്ന മാർക്ക് കിട്ടും. പക്ഷെ ഈ കൊച്ചു തോറ്റുപോയി. ഇവിടെ ആ രേഖയുടെ പേജ് ഗുരുകുല കീഴിക്കളഞ്ഞിരിക്കുന്ന ദൈവവും വേണ്ട, ഒന്നും വേണ്ട. കാരണം അപ്പൊ അവളുടെ ഉള്ളിൽ ഉള്ള വിശ്വാസം എന്താണെന്ന് കർത്താവിന് അറിയായിരുന്നു. അത് അവളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഒരു ചെറിയ പരിപാടി ചെയ്തതാ, അല്ലേ? തിരുവെടുത്ത് പറയുന്നു, ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? ഭക്തിയോടെ ജീവിച്ചിട്ട് കഷ്ടം വരുവാണെങ്കിൽ, ഈ വെളിച്ചമില്ലെങ്കിൽ അങ്ങ് ഇനി കൂട്ടായ്മയ്ക്കുമില്ല, ഇനി പ്രാർത്ഥനയ്ക്കില്ല, ഇനി കർത്താവിന്റെ വേലയ്ക്കില്ല, ഇനി ശുശ്രൂഷയിലില്ല. പ്രിയോട് എത്രയോ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അതിനും പറയുന്നു, ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോ പ്രിയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നന്മ ചെയ്യുന്നത് നിർത്തുവല്ല വേണ്ടത്, നന്മ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? തങ്ങളുടെ പ്രാണനെ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ദേഹിയെ, അതായത് തങ്ങളുടെ ജീവിതത്തെ ആരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം? വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എന്താണ് അതിന്റെ പ്രത്യേകത? ശ്രദ്ധിക്കണേ. ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയുമ്പോ ഇവിടെ ചെയ്യേണ്ടത് നമ്മെ തന്നെ പൂർണ്ണമായി, കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഒരു ഭക്തനറിയാം, ഞാൻ ആ കരങ്ങളിൽ സുരക്ഷിതനാണ്. അവിടെ നിന്നറിയാതെ ഒരു മുടി പോലും ചെയ്യില്ല, താഴെ വീഴുകയില്ല. വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കട്ടെ. മൂന്നാമത് 1 പത്രോസ് 5:10 വാക്യം വായിക്കുമ്പോൾ 1 പത്രോസ് 5:10 തുടങ്ങുന്നത് എന്ന് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന. മൂന്നാമതുണ്ടാകേണ്ട മനോഭാവം കഷ്ടത എത്ര കാലത്തേക്കാണ്? അല്പകാലത്തേക്കാണ്. ഏത് കഷ്ടം വരുമ്പോഴും പറയണം, ഇത് എത്ര നാളത്തേക്കേ ഉള്ളൂ? അല്പകാലത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് ഭക്തന്മാർ പാടിയത്, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വൽപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അവൻ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വൽപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം നാളുനീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം ഞാൻ പറഞ്ഞു വേഗം പ്രിയനോട് ചേരും
വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. കഷ്ടം സഹിക്കുന്ന ദൈവങ്ങളെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്തമായ അവസ്ഥയിൽ, അനുഭവങ്ങളിൽ, സമയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. തിരുവെടുത്ത് പറയുന്നു, ഒന്ന്, കഷ്ടം അനുഭവിക്കുമ്പോൾ നാം നന്മ ചെയ്യുന്നത് നിർത്തരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രസാദമുള്ള ജീവിതം നയിക്കുന്നത് നിർത്തരുത്. ഈ ദൈവഹിത പ്രകാരമുള്ള കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. തങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. 3 അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. ഒരു വാക്കുകൂടെ പറഞ്ഞ് കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരാം. 1 പത്രോസ് 3:17 നാം വായിച്ചല്ലോ. 17ഉം 18ഉം കൂടെ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 3:17-18 വാക്യങ്ങൾ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും എന്നിട്ട് മാതൃകയാക്കി നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെയാണ് മാതൃകയാക്കി കൊണ്ടുവരുന്നത്? ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുന്ന സമയങ്ങളിൽ പ്രിയമുള്ളവർ, നമുക്കറിയാം, ക്രൂശിലേക്ക് പോകുന്നതിന്റെ തലേരാത്രിയിൽ ഒരുക്കപ്പെട്ട മാളികമുറിയിൽ ശിഷ്യന്മാരോടൊത്ത് തിരുമേശയ്ക്കായി കൂടി വന്നത് നാം കാണുന്നു. നിയമപ്രകാരമുള്ള പെസഹ ഭക്ഷണത്തിന് ശേഷം യേശു അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണമെന്നാണ്. ഇന്ന് ഈ മേശമേലിരിക്കുന്ന അപ്പം, പ്രിയമുള്ളവരെ, പാനപാത്രത്തിലെ മുന്തിരി ചാറ്, ഇത് രണ്ടും നാം ഓർക്കുന്നത് ഈ ശുശ്രൂഷയിലേക്ക് നാം വരുമ്പോൾ നാം ഏറ്റവും അധികം ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. എങ്ങനെ അനുഭവിച്ചു എന്നാണ് പറയുന്നത്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ദൈവത്തോട് നമ്മെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ എന്ത് ചെയ്തു? ദൈവങ്ങളെ അപ്പം മുറിക്കുമ്പോ നാം ഈ സത്യമാണ് ഓർക്കേണ്ടത്. നീതി കെട്ടവനായിരുന്ന, നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന എന്നെ രക്ഷിക്കാൻ, എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ, എന്നെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ, എന്നെ ദൈവപൈതലാക്കി തീർക്കാൻ കർത്താവ് ചെയ്തത് എന്താണ്? അവൻ നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാനായിട്ട് കഴിയട്ടെ. ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവനെന്ന വചനത്തിൽ നാം വായിക്കുമ്പോൾ കഷ്ടം സഹിച്ചതിന്റെ ഏറ്റവും വലിയ മാതൃക കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. 1 പത്രോസിന്റെ ലേഖനം 2:21 വായിക്കുന്നു, നാം അവന്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക നിശ്ചയിച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. പാപം ചെയ്തിട്ടല്ല യേശു കഷ്ടം സഹിച്ചത്, ഏതെങ്കിലും വഞ്ചന ചെയ്തിട്ടല്ല യേശു കഷ്ടം സഹിച്ചത്. തിരുവെടുത്ത് പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് അവൻ പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിക്കുമ്പോൾ ആരുടെ നേരെയും ഭീഷണി വാക്കു പറഞ്ഞില്ല. പിന്നെ എന്താണ് അവിടുന്ന് ചെയ്തത്? ന്യായമായി വിധിക്കുന്ന പിതാവിന്റെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിച്ചു. നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ തിരുമേശയിലൂടെ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുമ്പോൾ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുത്ത വിലയെ നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ട് കഴിയട്ടെ. ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അവിടെ ഏറ്റെടുത്തു. എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടു. അങ്ങനെ പറയുന്നു,
ദൂരസ്ഥരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം സമീപസ്ഥരാക്കി തീർത്തുവെന്ന്. കർത്താവിന്റെ രക്തം ചൊരിയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തോട് അടുത്തു വരാൻ കഴിയുമായിരുന്നില്ല. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് വേണ്ടി അവിടുന്ന് തുറന്നു തന്നിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് അവിടുന്ന് വാസ്തവമായിട്ട് അരുളി ചെയ്തിരിക്കുന്നു. നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നാം മുഖാന്തരം ചിലർ ദൈവത്തെ അറിയാൻ, ദൈവത്തോട് അടുക്കാൻ നാം സഹിക്കുന്ന കഷ്ടങ്ങളും മുഖാന്തരമായി തീരുകയാണ്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, സുവിശേഷ നിമിത്തം ഞാൻ സകലതും സഹിക്കുകയാണ്. തിമോഥെയോസിനോടും പറഞ്ഞു, തിമോഥെയോസേ നീയും കഷ്ടം സഹിക്കണം. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ മൃതന്മാർക്ക് കിട്ടാൻ. ഒരു ദൈവവൈദ്യം സഹിക്കാതെ വരുമ്പോ നമ്മെ കാണുന്നവർ ദൈവത്തെ കാണാൻ ഇടയാകുകയില്ല. പ്രിയമുള്ളവരെ, കഷ്ടതയെ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ ജനം ചിന്തിക്കും, ഇവരുടെ ഉള്ളിൽ പ്രത്യാശ എന്താണ്? നമുക്ക് പറയാനുണ്ട്, ഈ കഷ്ടങ്ങൾ എന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. ഈ കഷ്ടങ്ങൾ എന്നെ അവിടുത്തെ ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കഷ്ടങ്ങൾ എന്നെ തേജസ് പ്രാപിക്കാൻ യോഗ്യനാക്കുകയാണ്. പൗലോസ് സഹിച്ചത് അനേകരെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ, ദൈവത്തെ അറിയാൻ കാരണമായെങ്കിൽ ഇന്ന് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, തിരുഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ നാം സഹിക്കുന്നതിലൂടെ ചിലര് ദൈവത്തെ അറിയാനിടയാണ്. ഒരു കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമാണ് ആ കുടുംബം മുഖാന്തരം ചിലർ യേശുവിനെ അറിയും. ആ കുടുംബത്തിലൊരു പ്രതിസന്ധി നിങ്ങൾ സഹിക്കുന്നില്ലെങ്കിൽ ആളുകൾ പറയും, ഇതാണോ ദൈവമക്കൾ? ഇതാണോ ക്രിസ്തീയ ജീവിതം? ഇങ്ങനെയാണോ ദൈവത്തോടുള്ള ബന്ധം? ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. വചനം പറയുന്നു, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഈ തിരുമേശ നമ്മോട് സംസാരിക്കുകയാണ്. എന്തിനു വേണ്ടി? സഹനത്തിന്റെ പാത. ദൈവഹിതം പ്രകാരം എത്രയോ ദൈവമക്കൾ സഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടുന്നു. തങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സാഹചര്യങ്ങൾ സഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നല്ലോ. ദൈവമക്കളെ, അങ്ങനെ നാം മുഖാന്തരം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാം അത് ദൈവത്തോട് ഏറ്റു പറയണം. ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട്, കഷ്ടതയ്ക്ക് ആര് കാരണമായാലും നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാണനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടത, നമ്മുടെ ജീവിത ദൈവഹിതപ്രകാരം ഉള്ള കഷ്ടം സഹിക്കുന്നതിലൂടെ ചിലർ യേശുവിനെ അറിയാനിടയാകട്ടെ. ഈ നാളുകളിൽ നമ്മുടെ അവിവേകം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ആളുകൾ ദൈവനാമം ദുഷിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നമുക്കത് ദൈവത്തോട് ഏറ്റു പറയാം. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ഭർത്താവ് അങ്ങനെ പെരുമാറിയപ്പോ ഞാനൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, എന്റെ ഭാര്യ അങ്ങനെ ഇടപെട്ടപ്പോ ഞാനൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, എന്റെ മാതാപിതാക്കൾ അങ്ങനെ പെരുമാറിയപ്പോൾ ഞാനൊന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ, അതൊന്ന് സഹിക്കാൻ മനസ്സ് വച്ചിരുന്നെങ്കിൽ, എന്റെ അയൽവാസികൾ ദൈവത്തെ അറിയാനത് കാരണമാകുമായിരുന്നല്ലോ. കുറവുകളേറ്റു പറയാം. അയോഗ്യതയോടെ അപ്പം മുറിക്കുന്ന അപ്പം ഭക്ഷിച്ചാൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകും. അതുകൊണ്ട് ഒരുക്കത്തോടെ നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരാം. തോമസാറ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും. ഐക്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും.